ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് അടിപൊളി നമ്മൾ ഈ ചോറും കഞ്ഞി എപ്പോഴും കഴിച്ച് പലഹാരങ്ങൾ എപ്പോഴും കഴിച്ചു ഒന്ന് വെറൈറ്റി ആയിട്ട് ഒരു പലഹാരം ഉണ്ടാക്കി കഴിക്കുന്ന ആർക്ക് ആഗ്രഹമില്ലാത്തല്ലേ? അപ്പൊ ഇതുപോലെ ഒരു വെറൈറ്റി ഉണ്ടാക്കിയാലോ? അപ്പൊ അതിനായിട്ട് മിക്സിയുടെ ജാർ എടുക്കുക, 2 മുട്ട എടുക്കുക. മുട്ട എന്തോ ഒരു കുരുത്തത്തിന് നല്ല മുട്ട കിട്ടിയിട്ടാ, ചിലപ്പോൾ കിട്ടുന്നത് കലങ്ങിയ മുട്ടയായിരിക്കും. ഉടച്ചൊഴിക്കുമ്പോൾ ഒറ്റ കലങ്ങല. പിന്നെ അതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുക. പിന്നെ ചേർക്കുന്നത് 1/4 ടീസ്പൂൺ ഉപ്പ്, ഒരു 1/2 ടീസ്പൂൺ തൊട്ട് 3/4 ടീസ്പൂൺ വരെ വാനില എസൻസ്. ഇതിലേക്ക് ഞാൻ ഫുഡ് കളർ വാങ്ങിച്ചിട്ടുണ്ട്, യെല്ലോ കളർ വാങ്ങിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മുടെ പിള്ളേരാണല്ലോ കഴിക്കണത്, അപ്പൊ നമ്മൾ പുറത്തേക്ക് അങ്ങനെ കൊടുക്കണതൊന്നല്ല. അപ്പൊ എനിക്ക് നമ്മുടെ വീട്ടിലെ മഞ്ഞപ്പൊടി തന്നെ മതി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞപ്പൊടി. ഭയങ്കര ടേസ്റ്റാന്ന് പറഞ്ഞിട്ട് ഇവർക്ക് ഉണ്ടാക്കി കൊടുത്തിട്ട് ഞാൻ വേറൊരു വീഡിയോ കണ്ടിട്ട്, അവര് 2 വർഷം മുന്നിട്ട വീഡിയോ കേട്ടാ, അത് കണ്ടിട്ട് ഞാൻ ഉണ്ടാക്കി നോക്കിയതാ. അപ്പൊ ഇവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമായി. പിന്നെ മാങ്ങ ഉണ്ടല്ലോ, മാങ്ങ ഇതിപ്പോ 1 ഗ്ലാസ് വലിയ ഗ്ലാസ് ആണ് എടുത്തേക്കണത്. പക്ഷെ അതിൽ നിറച്ചെടുത്തില്ലേ, മൈദ അതിൽക്കിട്ട് കൊടുത്തിട്ടുണ്ട്. മാങ്ങ എന്താ വെച്ചാൽ 8 മാങ്ങ ഉണ്ടല്ലോ, അത് കുറച്ചും കൂടി പഴുക്കണമായിരുന്നു. നല്ല പഴുത്ത മാങ്ങ എടുക്കണം, അപ്പോഴാണ് ടേസ്റ്റ് വരട്ടെ. വെള്ളം ഒഴിച്ച് മൈദയൊക്കെ ഇട്ട് ചേർത്ത് അതിൽ കൂടി കറക്റ്റ് വെള്ളം ഒഴിച്ച് ഇടാം. നല്ല ഊസിന് എടുത്തിട്ടുണ്ട് കേട്ടോ. പാൻ കേക്ക് എന്നാണ് ഇത് പറയാം. ഇതാദ്യം നമുക്ക് ഉണ്ടാക്കി നോക്കാം. ഞാൻ ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത് ഇങ്ങനെ. ഞാൻ പാൻ കേക്കൊന്നും ഞാൻ ഉണ്ടാക്കാറില്ല കേട്ടോ. അപ്പൊ ഇവർക്ക് കാണിച്ചെടുത്ത് ഇവർക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പൊ ഉണ്ടാക്കമ്മേ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഉണ്ടാക്കിയതാ. എന്നാലും ലൂസില് പക്ഷെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ, അതിന്റെ കട്ടി ലേശം കൂടി ഒന്ന് ലൂസാക്കണം എന്ന് ഒരു തോന്നല് എനിക്ക്. നമ്മുടെ നോൺ സ്റ്റിക്കിന്റെ പാത്രം അങ്ങനെ ശരിയായില്ല കേട്ടാ. ഒരു ചെറുത് വേണമായിരുന്നു. ഇതിൽ ഒഴിച്ചപ്പോണ്ടല്ലോ, ഇത് എവിടേക്കോ എല്ലാ ഭാഗത്തും വന്നപ്പോണ്ടല്ലോ, വിചാരിച്ച പോലെ ഒന്നും കിട്ടിയില്ല കേട്ടാ. എന്നാലും ഏകദേശം ഒക്കെ ആക്കി വെച്ച് ഞങ്ങൾ കഴിച്ചു. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളിയാ. ഇനി നല്ലോണം എല്ലായിടത്തും കണ്ട വലിയതല്ലേ, പാത്രം വലുതല്ലേ, അപ്പൊ നമുക്ക് വിചാരിച്ച പോലെ അങ്ങോട്ട് വരുന്നില്ല. അപ്പൊ വീണ്ടും വീണ്ടും ഒഴിക്കുമ്പോ ഒന്നുകൂടി കട്ടയാവും. പക്ഷെ നൈസായിട്ടുണ്ട് അവരുണ്ടാക്കിയേക്കണ. അവരുടെ വീഡിയോയില് ഇതാ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് എടുക്കാം. പിന്നെ ഞാനൊരു പാത്രം വെച്ചിട്ട് കുറച്ച് ഭംഗിയാക്കിട്ടാ, സൈഡൊക്കെ കളഞ്ഞിട്ട് ഇപ്പൊ ഇവിടെ ആയിട്ടുണ്ട്. കുറച്ചൊക്കെ അടിയിൽ ഇത്തിരി അങ്ങോട്ട് വിട്ടതൊക്കെ ഉണ്ട്. ഇനി നല്ല ഭംഗിയാക്കി ഇനി ഇതിന്റെ ഉള്ളിൽ വെക്കാനുള്ള കൂട്ട് തയ്യാറാക്കാം. ഇതുപോലെ നല്ല മാങ്ങ, പക്ഷെ മാങ്ങയുടെ കുറച്ച് പുളി ഉണ്ടായിരുന്നു മാങ്ങി, അത് കാരണം അത്ര അടിപൊളി എന്ന് പറയാൻ പറ്റില്ല. പിന്നെ വിപ്പിംഗ് ക്രീം നമുക്ക് ഇതിലേക്ക് മിക്സ് ആക്കി കൊടുക്കട്ടാ. ഒരു പ്രാവശ്യമെങ്കിലും കഴിക്കാത്തവരൊന്ന് കഴിച്ചു നോക്കണം, ഭയങ്കര ടേസ്റ്റ് ആട്ടാ. പിന്നെ വിപ്പിംഗ് ക്രീം പറയണ്ടല്ലോ, ഉണ്ടാക്കി വെക്കുമ്പോഴേ തുടങ്ങി കോരി തിന്നല് പിള്ളേര്. നല്ലോണം മിക്സ് ആക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ തെറ്റും. ഇത് നമ്മുടെ കൊറിയൻകാരുടെ ഒരു ഐറ്റാന്ന് പറയുന്നത്. അപ്പൊ അവരുടെ ഭക്ഷണമൊക്കെ നമുക്കൊന്ന് കഴിക്കണ്ടേ. ഇത് ഇതുപോലെ ഞാൻ പാത്രമൊക്കെ വെച്ച് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട്. ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പൊ ഉണ്ടാക്കുമ്പോ കുറച്ച് വട്ടത്തിലും നല്ല ഭംഗിയിലും വേണമായിരുന്നു. അപ്പൊ നമുക്ക് അതിൻ്റെ ഉള്ളിൽ വെച്ച് കൂട്ട് കുറച്ച് കൂടിപ്പോയി. എന്നാലും ഞാനൊരു ഇതൊക്കെ ഒപ്പിച്ചിട്ടുണ്ട് കേട്ടോ. പക്ഷെ കഴിച്ചപ്പോ സൂപ്പർ 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 എന്നാ പറയുന്നത്. ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റ് കേട്ടാ. അപ്പൊ ഉണ്ടാക്കി നോക്കാം.